നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓർഡർ 21-ലെ റൂൾ 12, റൂൾ 13, റൂൾ 14 ആൻഡ് റൂൾ 15 ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ ഇതിനകത്ത് ഫസ്റ്റ് ലെറ്റ് സി വാട്ട് ഈസ് ഓർഡർ 21, റൂൾ 12. സോ ഒരു ആപ്ലിക്കേഷൻ ഫോർ അറ്റാച്ച്മെൻറ്റ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി നോട്ട് ഇൻ ജഡ്ജ്മെൻറ്റ് ഡെപ്റ്റേഴ്സ് പൊസഷൻ. അതായത് ഡിഗ്രി ഹോൾഡർക്ക് എക്സിക്യൂഷൻ വഴി ജഡ്ജ്മെൻറ്റ് ഡെപ്റ്ററിൻ്റെ ഒരു പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ പറയുന്ന പ്രോപ്പർട്ടിയിൽ ഉള്ള ഇൻവെൻട്രീസിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഈ പറയുന്ന ആപ്ലിക്കേഷനിൽ ഡിഗ്രി ഹോൾഡർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഫോർ ദി പ്രോപ്പർ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ പ്രോപ്പർട്ടി. ഈ പറയുന്ന പ്രോപ്പർട്ടി കോടതിക്ക് പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സെക്ഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ജഡ്ജ്മെൻറ്റ് ഡെപ്റ്ററിനുള്ള പൊസഷനിൽ അല്ലായെങ്കിൽ കൂടിയും ആ പറയുന്ന പ്രോപ്പർട്ടിയിലുള്ള ഇൻവെൻട്രീസിൻ്റെ ഡിസ്ക്രിപ്ഷൻ മസ്റ്റായിട്ടും ഈ പറയുന്ന ആപ്ലിക്കേഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കണം. അതാണ് റൂൾ 12 പറയുന്നത്. Then let us move on to Rule 13 of Order 21. Application for attachment of immovable property to contain certain particulars. So where an application is made for the attachment of immovable property belonging to a judgment debtor, it shall contain at the foot a description of the property sufficient to identify the same, and in case such property can be identified by boundaries or numbers in a record of settlement or survey, a specification of such boundaries or numbers and a specification of the judgment debtor's share or interest in such property to the best of the belief of the applicant and so far as he has been able to ascertain the same. അതായത് ഈ പറയുന്ന ജഡ്ജ്മെൻറ്റ് ഡെപ്റ്ററിൻ്റെ പ്രോപ്പർട്ടീസിന് ഐഡൻറ്റിഫൈ ചെയ്യത്തക്കതായിട്ടുള്ള ബൗണ്ടറീസോ അതല്ല സെറ്റിൽമെൻറ്റ് നമ്പറുകൾ, അതായത് സെറ്റിൽമെൻറ്റ് ഡീഡ് എഴുതി കൊടുത്ത ആ ഡീഡിലെ നമ്പർ എന്താണെന്നുള്ളത്, അതുപോലെ തന്നെ സർവേ നമ്പർ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ എന്ത് ചെയ്തിരിക്കണം, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഡിഗ്രി ഹോൾഡർ പ്രൊവൈഡ് ചെയ്യണം. സോ അതാണ് റൂൾ 13 പറയുന്നത്. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, അതായത് ലാൻഡൊക്കെ അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്കും സർവേ നമ്പറുകൾ, ആ സെറ്റിൽമെൻറ്റ് ഡീഡ് എഴുതിയാണല്ലോ ഈ ലാൻഡ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഡീഡിലുള്ള നമ്പറുകൾ അതൊക്കെ, അതുപോലെ തന്നെ ബൗണ്ടറീസ്, ആ ലാൻഡിൻ്റെ ബൗണ്ടറി, ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഡിഗ്രി ഹോൾഡറിൻ്റെയാണ്. അതുപോലെ തന്നെ ആ ജഡ്ജ്മെൻറ്റ് ഡെപ്റ്റർക്ക് ആ ലാൻഡിന്മേലുള്ള ഷെയർ, ഇൻട്രസ്റ്റ് അതൊക്കെ പ്രൊവൈഡ് ചെയ്യണം. അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ആപ്ലിക്കേഷനിൽ പ്രൊവൈഡ് ചെയ്യണം. അതാണ് റൂൾ 13 പറയുന്നത്. ദെൻ റൂൾ 14 പറയുന്നത് പവർ ടു റിക്വയർ സർട്ടിഫൈഡ് എക്സ്ട്രാക്റ്റ് ഫ്രം ദ രജിസ്റ്റേഴ്സ് ഓഫ് ദ റവന്യൂ അക്കൗണ്ട്സ്. സോ അതായത് ഈ പറയുന്ന ജഡ്ജ്മെൻറ്റ് ഡെപ്റ്ററിൻ്റെ ഈ പറയുന്ന പ്രോപ്പർട്ടീസ്, അറ്റാച്ച് ചെയ്യാനുള്ള പ്രോപ്പർട്ടീസിൻ്റെ വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ എൻകിംബറൻസ് സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ നമുക്ക് വില്ലേജ് ഓഫീസിൽ നിന്നും അതുപോലെയുള്ള ഓഫീസുകൾ, താലൂക്ക് ഓഫീസിൽ നിന്നൊക്കെ ഈ പറയുന്ന വാല്യുവേഷൻ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ എൻകിംബറൻസ് സർട്ടിഫിക്കറ്റും ഒക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. സോ ഈ പറയുന്ന ഡിഗ്രി ഹോൾഡർ ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സ്, അതായത് വാല്യുവേഷൻ, ആ ലാൻഡിൻ്റെ വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ്, എൻകിംബറൻസ് സർട്ടിഫിക്കറ്റ്, അതായത് ആ പ്രോപ്പർട്ടിയുടെ സോൾ ഓണർഷിപ്പ്, അതിന്മേൽ വേറെ ബാധ്യതയൊന്നും ഇല്ല എന്ന് കാണിക്കുന്ന എൻകിംബറൻസ് സർട്ടിഫിക്കറ്റ്, ജഡ്ജ്മെൻറ്റ് ഡെപ്റ്ററാണ് അതിൻ്റെ സോൾ ഓണർഷിപ്പ് ആൻഡ് പൊസഷൻ എന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഹാജരാക്കേണ്ട ഉത്തരവാദിത്തം ഡിഗ്രി ഹോൾഡറിൻ്റെയാണ്. സോ അതാണ് റൂൾ 14 പറയുന്നത്. ദെൻ റൂൾ 15 പറയുന്നത് ആപ്ലിക്കേഷൻ ഫോർ എക്സിക്യൂഷൻ ബൈ ജോയിൻറ്റ് ഡിഗ്രി ഹോൾഡർ. സോ ഒത്തിരി ഡിഗ്രി ഹോൾഡേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു എക്സിക്യൂഷൻ നടത്താനായിട്ട് ഒത്തിരി പേരുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടേണ്ട ഒന്നിലധികം ഡിഗ്രി ഹോൾഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ, ജോയിൻറ്റ് ഡിഗ്രി ഹോൾഡേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ജോയിൻ്റ് ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. ഇനി അതിനകത്ത് നോൺ ജോയിൻറ്റർ ഓഫ് ഡിഗ്രി ഹോൾഡർ വരുവാണെന്നുണ്ടെങ്കിൽ കോർട്ട് വിൽ സീ ഇഫ് ദ നോൺ ജോയിൻറ്റർ ഓഫ് ദ പാർട്ടി വിൽ കോസ് എനി ലോസ് ടു ദ ഓർ എനി ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ നോൺ ജോയിൻറ്റർക്ക് എന്തെങ്കിലും ദോഷം വരുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ ആ ആളെയും കൂടെ ജോയിൻ ചെയ്യത്തക്ക രീതിയിലുള്ള സ്റ്റെപ്പ് കോടതി എടുക്കും. സോ അല്ലാത്ത പക്ഷം ഹോളായിട്ട് ഡിഗ്രി എക്സിക്യൂട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ ജോയിൻറ്റ് ഡിഗ്രി ഹോൾഡേഴ്സിന് വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഇട്ടിട്ട് എക്സിക്യൂഷൻ നടപടികൾ നടത്താവുന്നതാണ്. സോ അതാണ് റൂൾ 15 പറയുന്നത്. താഴെ ഒരു കേസിലുണ്ട്, പീതാംബരൻ വേഴ്സസ് ദിലീപ് കുമാർ പണിക്കർ. സോ Order 21, Rule 15 enables a joint decree holder to execute the decree in its entirety. If the whole of the decree cannot be executed, the decree holder will have to work out his right in an appropriate suit for partition and obtain necessary relief thereto. അതായത്
ഓർഡർ 21 റൂൾ 15 പ്രകാരം ജോയിൻറ്റ് ഡിഗ്രി ഹോൾഡേഴ്സിന് ജോയിൻ്റ് ആയിട്ടൊരു ആപ്ലിക്കേഷൻ ഇട്ടിട്ട് ഡിഗ്രി ഹോൾഡി എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ്. ഇനി അതല്ലാത്ത പക്ഷം അങ്ങനെ ഒരു കേസ് വരുവാണെന്നുണ്ടെങ്കിൽ ദേ ഹാവ് ടു ഫയൽ സ്യൂട്ട് ഫോർ പാർട്ടീഷൻ. അങ്ങനെ ചെയ്തിട്ട് അവർക്ക് എക്സിക്യൂഷൻ റൈറ്റ് എടുക്കാവുന്നതാണ്. സോ അതാണ് പീതാംബരൻ വേഴ്സസ് ദിലീപ് കുമാർ പണിക്കറിൻ്റെ കേസിൽ പറയുന്നത്.